ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിംനാസ് ഫുട്ബോൾ. അപ്പോൾ ഇതേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഗോതമ്പ് പൊടിയും അതേപോലെ നേന്ത്രപ്പഴവും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്ക് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ആവിയിൽ വേവിച്ചെടുത്തിട്ടാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ഗോതമ്പ് പൊടിയും പഴമുള്ളവർ ഇപ്പം തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ ഈ ചാനലിൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഈ ഒരു സ്നാക്ക് എങ്ങനെ തയ്യാറാക്കും നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതേ ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് പഴുത്ത പഴം എടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അതുപോലെ ഒരുപാട് പച്ചയായിട്ടുള്ള പഴം എടുക്കണ്ട, ഒരു മീഡിയം രീതിയിലൊക്കെ പഴുത്ത പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര, പിന്നെ ഇതേ ഒരു ക്യൂബ് ശർക്കര കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു വലുപ്പത്തിലുള്ള ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 50 ഗ്രാമോളം ശർക്കര ഉണ്ടാവും. പിന്നെ ഇതേ ഒരു 1/2 കപ്പോളം വരുന്ന ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പോളം തേങ്ങയാണ് കേട്ടോ. പക്ഷെ തേങ്ങയുടെ അളവ് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കണ്ട, നമ്മൾ എത്രത്തോളം തേങ്ങ എടുക്കുന്നോ അത്രത്തോളം ഈ ഒരു സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ തേങ്ങയുടെ അളവ് കറക്റ്റായിട്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണോളം വരുന്ന അരിപ്പൊടിയാണ്. അതിപ്പോൾ തരികളുള്ള അരിപ്പൊടി തന്നെ എടുക്കുകയായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. ഇനി നിങ്ങളുടെ കയ്യിൽ തരികളുള്ള അരിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഒരു ടീസ്പൂണോളം പുട്ടുപൊടി എടുത്താലും മതിയാവും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ച ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഇതേ സ്റ്റൗവിൽ ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാനിലോട്ട് നമ്മൾ എടുത്തു വെച്ച ശർക്കര ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം, ഒരുപാട് വേണ്ട, ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോഴത്തേ നമ്മൾ ഇട്ട് കൊടുത്ത ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മുടെ സ്നാക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഏലക്കായുടെ കുരു മാത്രം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ഏലക്കായുടെ കുരു മുഴുവനായിട്ട് ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 3 കുരു മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത ശർക്കര പാനി ഒന്ന് ടൈറ്റ് ആയിട്ട് വരണം കേട്ടോ. ഒരുപാട് ടൈറ്റ് ആവേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾക്ക് പൊടി ഇതിലിട്ടാണ് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ടൈറ്റ് ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കുറുകി വരണം. അപ്പോഴത്തേ നമ്മുടെ ശർക്കര പാനി നന്നായിട്ട് വറ്റിയിട്ട് ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി ഇതേ ഒരു പാനിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച 1/2 കപ്പോളം ഗോതമ്പ് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒരു ടീസ്പൂണോളം അരിപ്പൊടി, ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഗോതമ്പ് പൊടിയുടെ അരിപ്പൊടിയുടെ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ, ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കും കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി വറുത്തെടുക്കുമ്പോൾ നന്നായിട്ട് അത് മൂത്ത് കഴിയുമ്പോൾ നല്ലൊരു മണം വരും. ആ ഒരു സമയം എത്തുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പിന്നെ വറുത്തെടുക്കുമ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാനായിട്ട് പറ്റത്തില്ല. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനം ഈ ഒരു ഗോതമ്പ് പൊടിക്ക് നല്ലൊരു മണം വരുന്നവരെ നന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് ഞങ്ങളെടുത്ത് മാറ്റി കൊടുക്കാം. ഇനി ഇത് അതേ ഒരു സെയിം പാനിൽ ഒരു ടീസ്പൂണോളം നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യ് ഒന്ന് മെൽറ്റ് ആവുന്ന സമയത്ത് ഇതേ ഈ ഒരു ഷേപ്പിൽ ഞാൻ പഴം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ പഴം കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് വലുപ്പത്തിലായി പോകണ്ട, അതുപോലെ തീരെ ചെറുതുമായി പോകണ്ട കേട്ടോ. ഈ ഒരു രീതിയിലൊക്കെ പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അത് മുഴുവനായിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ പഴം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഗോതമ്പ് പൊടി എത്രത്തോളം എടുക്കുന്നോ അതിനനുസരിച്ച് പഴം കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ 1/2 കപ്പ് ഗോതമ്പ് പൊടിക്കാണ് ഇപ്പോൾ ഒരു പഴവും നമ്മൾ മുഴുവനായിട്ട് എടുത്തത്. ഇനി നിങ്ങൾ 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 പഴം എടുക്കേണ്ടി വരും കേട്ടോ. കാരണം നമ്മൾ ഗോതമ്പ് പൊടിക്കനുസരിച്ച് പഴം കൂട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്നാക്കിന് ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് അതൊന്ന് കണക്കാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഈ ഒരു പഴം എന്ന് പറയുന്നത് ഒരുപാട് വാടി അങ്ങോട്ട് പേസ്റ്റ് പോലെ ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു സ്നാക്ക് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പഴം എന്ന് പറയുന്നത് ഒന്ന് കടിക്കാനായിട്ട് കിട്ടണം. അതാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്ത പഴം ഒന്ന് പകുതി വേവാകുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങ മുഴുവനായിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. നമ്മൾ തേങ്ങ എത്രത്തോളം ചേർക്കുന്നോ അതിനനുസരിച്ച് ഈ ഒരു സ്നാക്കിൻ്റെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തേങ്ങയുടെ അളവ് കറക്റ്റ് ആ ഒരു നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം.
അപ്പോൾ വഴറ്റിയെടുക്കുമ്പോൾ ഇത് ഒരുപാട് ഡ്രൈ ആണെന്ന് തോന്നുന്നുണ്ട് ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് കൂടി ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്കിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ 1/2 ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്നും കൂടി വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാര ഇട്ടതിന് ശേഷം ഒരുപാട് അങ്ങ് ഇളക്കി യോജിപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ പഴത്തിൻ്റെ ആ ഒരു തേങ്ങയുടെയും ചൂടൊക്കെ കാരണം നമ്മുടെ പഞ്ചസാര നന്നായിട്ട് അങ്ങോട്ട് മെൽറ്റായിക്കോളും. ആ ഒരു പഴത്തിൽ നമ്മൾ ഇട്ട് കൊടുത്ത പഞ്ചസാര ഒന്ന് കോട്ടായി നിൽക്കണം. ആ ഒരു സമയം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യുക. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കര പാനി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ച പഴം അതുപോലെ തേങ്ങയുടെ ആ ഒരു മിക്സും കൂടി മുഴുവനായിട്ട് ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പഴം എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോകാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതെന്ന് പറയുമ്പോൾ കണ്ടോ ഇച്ചിരി ടൈറ്റിലായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു മാവ് എന്ന് പറയുന്നത് നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ലൂസാക്കി എടുക്കുമ്പോൾ നമ്മളിതിൽ വെള്ളം ചേർത്തിട്ടാണ് ലൂസാക്കി എടുക്കുന്നത്. അപ്പോൾ വെള്ളം എന്ന് പറയുമ്പോൾ ഒരുപാട് തണുത്ത വെള്ളം ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതേ സമയം ഒരുപാട് ചൂടുള്ള വെള്ളം ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇതുപോലെ നമുക്ക് കൈയൊക്കെ കുത്താൻ പാകത്തിലുള്ള ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. ലൂസാക്കി എടുക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുത്ത് ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലാക്കി എടുക്കാം. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ചേർത്തുനിന്ന് കഴിഞ്ഞാൽ ഇത് ലൂസായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി പോകും. അതുകൊണ്ട് ഇത് കറക്റ്റ് ഈ ഒരു പരുവത്തിൽ ആക്കി കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ഇതിനൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്നാക്ക് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമ്മൾ റെഡിയാക്കി വെച്ച മാവ് കംപ്ലീറ്റ് ആയിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരു ട്രിപ്പിൽ ഇടേണ്ട കേട്ടോ. കാരണം ഇതൊക്കെ ഉള്ളി വെന്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ 2 ട്രിപ്പായിട്ട് ഇട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇത് ജസ്റ്റ് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാവ് എല്ലാം കൂടി ഒരു സ്ഥലത്ത് നമ്മുടെ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിത് ഇങ്ങനെയുള്ളൊരു പാത്രത്തിലാണ് കേട്ടോ നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം ഞാനിവിടെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ടായിട്ട് നമുക്കൊരു പാത്രം അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മാവ് ഒഴിച്ച പാത്രം ഡയറക്റ്റായിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ഇറക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി മിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു പാത്രം വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ടായിട്ട് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുത്ത പാത്രം മുഴുവനായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇതേ ഒരു സെയിം മെത്തേഡ് തന്നെ നമുക്ക് ഇഡ്ലിച്ചെമ്പിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. പക്ഷേ എൻ്റെ ഈ ഒരു പാത്രം ഉണ്ടല്ലോ അത് കുറച്ച് വലിപ്പം കൂടുതലായതുകൊണ്ട് ഇഡ്ലിച്ചെമ്പിൽ ഇറക്കി വെക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തത്. അപ്പോൾ സെയിം മെത്തേഡ് തന്നെ നിങ്ങൾക്ക് ഇഡ്ലിച്ചെമ്പിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒട്ടും ആവി പുറത്ത് പോകാൻ പറ്റാത്ത രീതിയിൽ നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ച് വെക്കുക. ആ ഒരു ആവിയിൽ കിടന്ന് വേണം നമ്മുടെ ഈ ഒരു സ്നാക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഈ ഒരു ചെറിയ ഹോൾസ് ഉള്ളത് ഞാനിത് എന്തെങ്കിലും ഒരു ഫോയിൽ പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു പേപ്പറോ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി കറക്റ്റ് ഹൈ ഫ്ലെയിമിലിട്ട് 20 മിനിറ്റ് അതിനിടയിൽ വെച്ചിട്ട് തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഒരു ആവിയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കറക്റ്റ് ഹൈ ഫ്ലെയിമിലിട്ട് 20 മിനിറ്റ് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമ്മളിത് വേവിക്കാൻ വെച്ചിട്ട് കറക്റ്റ് 20-25 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണവും വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ഗോതമ്പ് പൊടിയും തേങ്ങയും ഒക്കെ നന്നായിട്ട് വെന്തതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, നല്ല നാടൻ രീതിയിലുള്ള ആ ഒരു മണം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ട്രിക്ക് പറഞ്ഞുതരാം. അപ്പോൾ നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിന് നമ്മൾ ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നതിന് പകരം നമ്മുടെ വാഴയില വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ടായിട്ട് ഈ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് ബേക്ക് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് നാടൻ രീതിയിലുള്ള കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. ആ ഒരു വാഴയിൽ വെന്തിട്ടുണ്ടാവും ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതെന്താണെന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് ചോദിക്കാം, അത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി അത് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുള്ളവർ ഇങ്ങനെ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഒരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം, അത് നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്ന് അറിയാം. കത്തി ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ഇത് പതുക്കെ ഈ ഒരു പാത്രം നമുക്ക് ഇതിൽ നിന്ന് അങ്ങനെ എടുത്ത് മാറ്റി കൊടുക്കാം. അപ്പോഴേ നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. മുഴുവനായിട്ട് മാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴേ നമ്മുടെ ആ ഒരു ഗോതമ്പ് പൊടിയുടെയും പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് ഈ ഒരു അപ്പത്തിൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. കൂടാതെ നമ്മൾ ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്നതായത് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ്. വൈകുന്നേരങ്ങളിൽ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് അമ്മമാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം, എന്നോട് ഇതിലൊരു സാധനം ചേർക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. മറ്റൊന്നുമല്ല,
നമ്മൾ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയൊക്കെ റോസ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണിലും കുറവ് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചേർത്തുനിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്നാക്കിന് നല്ലൊരു കളറും കൂടി ഉണ്ടാവും. അപ്പോൾ ഞാൻ ചേർക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു സമയം ആയതുകൊണ്ട് ചേർക്കാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും 1/4 ടീസ്പൂണിലും കുറവ് ഒരു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്നാക്കിന് നല്ലൊരു കളർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ വന്ന് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ ചാനലിൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുട്ബോൾ. ബൈ.